Hello guys, welcome to Interval Classes. It's me Adil sir. എടാ മക്കളെ എന്തൊക്കെയാ വിശേഷം? നമുക്ക് ഇന്ന് നമ്മുടെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള തേർഡ് ചാപ്റ്റർ അല്ലേ, എന്താ ചാപ്റ്ററിന്റെ പേര്? സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലേ, അതായത് സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മക്കൾ ഇങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലേ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലേ, എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. മക്കളെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാം. ഞാൻ എന്ത് ചെയ്യാണ്, റോട്ടിലൂടെ ഇങ്ങനെ പോവാണ്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ എന്ത് ചെയ്തു, ഒരു ബൈക്ക് ആക്സിഡൻറ്റ് നടന്നു. എൻ്റെ മുന്നിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് നടന്നു. സ്വാഭാവികമായിട്ടും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അയാളെ കുറ്റം പറയും അല്ലേ. നമ്മൾ പറയുന്നത് അയാൾ നല്ല സ്പീഡിലാണ് വന്ന് അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയും അയാൾക്ക് മര്യാദയ്ക്ക് ഡ്രൈവിങ് അറിയില്ല അതുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് പറയും അല്ലേ. നമ്മൾ പറയും, നമ്മൾ ചിലപ്പോൾ കുറച്ച് കൂട്ടിയൊക്കെ പറയും അല്ലേ, ഇന്നലെ ഓൻ പോകുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയാണ് ഇവൻ ഈ ആഴ്ച ഒരട്ട് അവിടെ എന്തായാലും വികുന്നുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒരിക്കലെങ്കിലും അയാൾ വീഴാനുണ്ടായിട്ടുള്ള യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് അവിടെ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളൊരു കോമൺ സെൻസിൽ, നമ്മുടെ ഒരു സാമാന്യ ബോധത്തിൽ എപ്പോഴെന്താ വരിക, നമ്മളൊരു ഇടുങ്ങിയ ചിന്താഗതിക്കാരാ അല്ലെ. ഒരാൾ ബൈക്ക് ആക്സിഡൻ്റ് ആയി കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയോ അത് അവൻ്റെ ഓവർ സ്പീഡ് കൊണ്ടാണ് ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് അല്ലേ, അല്ലെങ്കിൽ എന്താണ് അവൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അല്ലെ, അവൻ്റെ കെയർലെസ്നെസ് കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത് ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറയും. അതാണ് നമ്മുടെ കോമൺ സെൻസ്, സാമാന്യ ബോധം അല്ലേ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് വിശാലമായ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ് അല്ലേ. അപ്പം എന്താണ്, നമ്മുടെ മുന്നിൽ ഒരാൾ എന്തുണ്ട്, ബൈക്ക് ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ, അയാളെ രക്ഷിക്കണം, അത് വേറെ കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇവനിവിടെ അപകടം ഉണ്ടായത് അല്ലേ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ഈ റോഡിനൊരു വളവുണ്ട് അവിടെ അല്ലേ. അപ്പം എന്താണ്, അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം അത് അവൻ്റെ കുഴപ്പമാണോ? ആ റോഡിന് അശാസ്ത്രീയമായിട്ട് അൺസയൻറ്റിഫിക് ആയിട്ട് നിർമ്മിച്ചു വെച്ചത് അവനാണോ? അല്ല. അപ്പം എന്താണ്, ഇവിടുത്തെ PWD അല്ലെങ്കിൽ എന്താണ് ആ റോഡ് ഉണ്ടാക്കിയ ആളുകൾ, എഞ്ചിനീയർമാരൊക്കെ അതിന് ഉത്തരവാദികളാണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളില്ല, സൂചനാ ബോർഡുകളില്ല. എന്താണ്, അപകട സാധ്യതാ മേഖലയാണ്, അല്ലെങ്കിൽ വളവുണ്ട്, കയറ്റുണ്ട്, ഇറക്കണം, അങ്ങനെ എന്താ പറയുക, ഒരു അപകട മുന്നറിയിപ്പുകളൊന്നും അവിടെ ഇല്ല അല്ലേ. അപ്പം എന്താണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണ്, ആ അപകടത്തിന് ഉത്തരവാദികളാണ് അല്ലേ, ആണ്. പിന്നെന്താണ്, ആളുകൾ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, ട്രാഫിക് നിയമങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒബേ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ട്രാഫിക്കിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അല്ലേ, ഇവരൊക്കെ അതിന് ഉത്തരവാദികളല്ലേ, ആണ്. അതുപോലെ തന്നെയാണ് റോഡിലെ വാഹന പെരുപ്പം അല്ലേ, വാഹനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യാണ്, കൂടാണ്, ഒരു ഡെൻസിറ്റി കൂടാണ് അല്ലേ. സ്വാഭാവികമായിട്ട് റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, അപകടം ഉണ്ടാവും. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അവൻ വീണിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ ബേസിക് ഫെസിലിറ്റീസ് അല്ലേ, പുതിയ റോഡുകളോ ബൈപ്പാസ് റോഡുകളോ അല്ലെങ്കിൽ എന്താണ് പുതിയ ഗ്രീൻ ഹൈവേകളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം അല്ലേ. അപ്പോൾ നോക്ക്, ഞാൻ പറയുന്ന കേൾക്ക്, ഒരാൾ റോട്ടിൽ നമ്മുടെ മുന്നിൽ വന്നിട്ട് ബൈക്ക് ആക്സിഡൻ്റ് ആയി. അപ്പോൾ നമ്മൾ അയാളെ കുറ്റം പറയാണ്, അയാൾ ഓവർ സ്പീഡാണ്, അയാൾ അശ്രദ്ധമായിട്ടാണ് വാഹനം ഓടിച്ചതെന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മൾ ആ ഒരു വിചാരം, നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റില്ലേ, അതാണ് നമ്മളെ കോമൺ സെൻസ് എന്ന് പറയുന്നത് അല്ലേ. അതെല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, അയാൾ വീഴാനുണ്ടായിട്ടുള്ള യഥാർത്ഥ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ കണ്ടെത്തി അല്ലേ, റോഡിലെ വളവും ചെരിവും, അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം, റോഡിലെ കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ, ആളുകൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത്, റോഡിൽ തിക്കും തിരക്കും അല്ലേ, നമ്പർ ഓഫ് വെഹിക്കിൾസ് കൂടിയതും വാഹനത്തിന് ഡെൻസിറ്റി കൂടിയതൊക്കെ എന്ത് ചെയ്യും, അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമാവും അല്ലേ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി അല്ലേ. മക്കളുകളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കാരണങ്ങളൊക്കെ ഇവൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണോ? അല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളല്ലേ. ഇവിടുത്തെ റോഡ് ആയിക്കോട്ടെ, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ മറ്റ് ഭരണ സംവിധാനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരുന്ന പ്രശ്നങ്ങളല്ലേ അല്ലേ. അല്ലാതെ അവൻ്റെ ഒരു പേഴ്സണലായിട്ട് അവൻ ഉണ്ടാക്കി വെച്ചതാണോ? അല്ല. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഒരാൾ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്തു, ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് വീണു അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്താ അറിയാം,
ആ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് വീണ് കിടക്കുമ്പോൾ ആ വീണ് കിടക്കുന്ന, അതായത് ബൈക്ക് ആക്സിഡൻ്റ് ആയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ് അല്ലേ. ആ ഇൻഡിവിജ്വൽ പ്രോബ്ലത്തിൻ്റെ പിന്നിൽ ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമായിട്ടുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു ഒരാൾ ബൈക്കിൽ നിന്ന് വീണു, ഞാൻ ബൈക്കിൽ വീണു, ആക്സിഡൻ്റ് ആയി. ഈ ആക്സിഡൻ്റ് ആയത് എൻ്റെ ഇൻഡിവിജ്വൽ പ്രശ്നമാണ്. പക്ഷേ ഇൻഡിവിജ്വൽ പ്രശ്നത്തിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമായിട്ടുണ്ട് ഇല്ലേ, ഉണ്ട്. അപ്പം നോക്കി, ഇൻഡിവിജ്വൽ പ്രശ്നത്തിൻ്റെ പിന്നിൽ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് വിളിക്കുക. മക്കളെ ഡെഫിനിഷൻ ഒന്ന് നോക്ക്. ദ സ്കിൽ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അതന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരുത്തനും എന്താ അവിടെ ബൈക്കിൽ വീണ് കിടക്കുക, അത് അവൻ്റെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ. നോക്ക്, ജസ്റ്റ് എന്താണ് ആ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ. ഈ ഇൻഡിവിജ്വൽ പ്രോബ്ലത്തിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമായിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്? മക്കളെ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ സ്കിൽ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ് അല്ലേ. ആ ബൈക്കിൽ വീണ് കിടക്കുന്ന അയാളുടെ ഇൻഡിവിജ്വൽ പ്രശ്നം, ആക്സിഡന്റ് ആയി എന്നുള്ള ഇൻഡിവിജ്വൽ പ്രശ്നത്തിന്റെ പിന്നിലുള്ള അതിൻ്റെ പിന്നിലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ മക്കളെ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? നിങ്ങൾ എഴുതി വെക്കണം. എന്തെഴുതി വെക്കണം? ദ സ്കിൽ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ ആണല്ലോ? വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക ഘടനകൾ, അല്ലെങ്കിൽ സാമൂഹിക ഘടനകളെ നമ്മൾ എന്ത് ചെയ്യുക? ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുന്ന രീതി, അതിനാണ് എന്ത് വിളിക്കുക? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ ആണല്ലോ? ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പരീക്ഷയ്ക്കൊക്കെ സ്കോർ കുറവാ, മാർക്ക് കുറവാ അല്ലേ. നമ്മുടെ ഒരു കോമൺ സെൻസിൽ നമ്മൾ എന്താ കണക്കാക്കുക? ആ കുട്ടി അശ്രദ്ധവാനാണ്, അല്ലെങ്കിൽ ആ കുട്ടി മടിയനാണ്, ആ കുട്ടിക്ക് ലേസിനെസ് ആണ് അല്ലേ. ആ കുട്ടിയുടെ മടി കൊണ്ടാണ് ആ കുട്ടിക്ക് മാർക്കില്ലാത്തത് നമ്മൾ കണക്കാക്കും. അതാണ് നമ്മുടെ കോമൺ സെൻസ് അല്ലേ, അതാണ് നമ്മുടെ സാമാന്യബോധം. എന്നാൽ ആ കുട്ടിക്ക് മാർക്ക് കുറവായതിൻ്റെ പിന്നിൽ ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടി ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ കുട്ടിക്ക് സ്കൂളുകളിലേക്ക് എത്താനുള്ള വണ്ടിക്ക് അല്ലെങ്കിൽ യാത്രക്ക് ചിലപ്പം പ്രയാസം ഉണ്ടാവും അല്ലേ. ആ കുട്ടി ഒരു ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, ഒരു ഉൾഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല മഴ പെയ്താലൊക്കെ ചിലപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിലേക്ക് എത്താൻ പറ്റില്ല, പ്രയാസങ്ങളുണ്ടാവും. ഇനി വേറെ ആലോചിച്ച് നോക്കൂ, ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അല്ലേ, നമ്മളറിയാത്ത എന്തെങ്കിലും അസുഖങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ആ കുട്ടിയുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടിയുടെ വീട്ടിൽ അച്ഛൻ അല്ലെങ്കിൽ വാപ്പ എന്നും കള്ള് കുടിച്ച് വന്നിട്ട് വീട്ടിൽ അടി ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഈ കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ വീട്ടിലെന്നും അടിയാണ്, എന്നും ബഹളം, ഒച്ചപ്പാടും കച്ചറയാണെങ്കിൽ ഈ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നോക്ക്, ആ ഒരു കുട്ടിക്ക് നമ്മുടെ ക്ലാസ്സിൽ മാർക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക? ആ കുട്ടി മടിയനാണ്, കുട്ടി ലേസിനെസ് ആണ്, ലേസിയാണ് അല്ലേ. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് എന്തില്ലാത്തത്? മാർക്ക് ഇല്ലാത്തത്. ആ ഒരു നമ്മുടെ മെന്റാലിറ്റിയാണ് എന്ത്? കോമൺ സെൻസ്, സാമാന്യബോധം. പക്ഷെ അത് ശരിക്കും തെറ്റാണ്. നമ്മൾ ആ കുട്ടിക്ക് മാർക്ക് ഇല്ലാത്തതിന് യഥാർത്ഥ കാരണങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട് അല്ലേ. ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ആ കുട്ടിയുടെ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലിയുടെ എക്കണോമിക് സ്റ്റാറ്റസ്, ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ പല രീതിക്കുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കാരണമാകുന്നുണ്ട് അല്ലേ. അപ്പം ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്കില്ല, കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളത് ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ പ്രശ്നം. കുട്ടി പഠിക്കണില്ല എന്നുള്ളത് ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ പ്രശ്നം. ആ ഇൻഡിവിജ്വൽ പ്രശ്നത്തിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ, അതായത് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമായിട്ടുണ്ട് അല്ലേ. അത് തമ്മിൽ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ ആണല്ലോ? നമ്മൾ 2 എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? ഒന്നാമത്തെ ഒരാൾ ബൈക്ക് ആക്സിഡന്റ് ആയി കിടക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കും അവൻ്റെ കെയർലെസ്നെസ്, അശ്രദ്ധ കൊണ്ടാണ് അപകടം ഉണ്ടായത്. പക്ഷേ നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി നമ്മൾ ചിന്തിക്കുമ്പോൾ
പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അപകടത്തിൻ്റെ പിന്നിൽ ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമായിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്കില്ല, കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് കുട്ടിയുടെ ഇൻഡിവിജ്വൽ പ്രശ്നം. ആ ഇൻഡിവിജ്വൽ പ്രശ്നത്തിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സോഷ്യൽ സ്ട്രക്ചർ, ഇൻഡിവിജ്വൽ പ്രോബ്ലത്തിൻ്റെ പിന്നിലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്ന ആ ഒരു പഠന രീതിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. രണ്ട് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ ആണല്ലോ. പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരും. ചോദ്യം നമ്പർ 1 ഇതാണ്, വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നിങ്ങൾ ഈ ഡെഫിനിഷൻ ഇതുപോലെ കാണാതെ പഠിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിളുകൾ മനസ്സിലുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കിട്ടും. നോക്കൂ, ജസ്റ്റ് എക്സാമ്പിൾ ആലോചിക്കും. ഒരാൾ ബൈക്കിൽ നിന്ന് വീടും, അയാളുടെ ഇൻഡിവിജ്വൽ പ്രശ്നം. ഒരാൾ കുട്ടിക്ക് പഠിക്കാൻ സ്കോറില്ല, മാർക്ക് കുറവാണ്, അതെന്താണ് ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ. ആ ഇൻഡിവിജ്വൽ പ്രോബ്ലങ്ങൾക്ക് പിന്നിൽ എന്തുണ്ട്, ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമാവുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അത് കണക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇനി ആ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്ക്. ഇറ്റ് ഈസ് ദ സ്കിൽ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ്, എന്താണ്, ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ മക്കളെ. ഈ ഒരു പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുമ്പോൾ ഇതിപ്പോൾ എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യം ഇതായിരിക്കും, വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതിന് ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരിക എന്താ അറിയോ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതായത് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് ചോദിക്കും അല്ലേ. ഇത് ഒരു അമേരിക്കക്കാരനായിട്ടുള്ള നമ്മുടെ ചാൾസ് റൈറ്റ് മിൽസ്, അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് റൈറ്റ് മിൽസ്, എന്താ പേര്, ചാൾസ് റൈറ്റ് മിൽസ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. പുസ്തകത്തിൻ്റെ പേരെന്താ, ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആ പുസ്തകത്തിൽ 1959 പുറത്തിറക്കിയിട്ടുള്ള ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന വേർഡ്, ആ ഒരു ടേം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ച് തുടങ്ങിയത്. ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് ചാൾസ് റൈറ്റ് മിൽസ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. രണ്ട് ക്വസ്റ്റ്യൻ ആയില്ലേ. ഇതിൽ സി ക്വസ്റ്റ്യൻ എന്താ അറിയോ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അതിൻ്റെ ആൻസറാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഇതിൽ ഫസ്റ്റിലെ 2 നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമുക്കൊന്നുകൂടി നോക്കാം, ജസ്റ്റ് നോക്കാം. എന്താണ്, ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. എന്താണ് ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്? എടാ മക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ ബൈക്ക് ആക്സിഡൻ്റ് ആയി അല്ലേ. അപ്പോൾ നോക്ക്, നമ്മൾ കോമൺ സെൻസിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കുറ്റം മുഴുവൻ അയാളെ തലയിൽ കൊണ്ടിട്ട് വെക്കും. അയാൾ ആക്സിഡൻ്റ് ആയത് അയാളുടെ സ്പീഡാണ്, കെയർലെസ്നെസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫുൾ അയാളുടെ തലയിൽ കൊണ്ടു വെക്കും. അതാണ് കോമൺ സെൻസ് അല്ലേ. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കും അല്ലേ. അത് അയാളുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല അപകടം ഉണ്ടായത്, അതിൻ്റെ പിന്നിൽ മറ്റുള്ള ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കും. കോമൺ സെൻസ് ആണെങ്കിൽ സാമാന്യബോധത്തിൽ അങ്ങനെ ചിന്തിക്കുക, ഒരു ഇടുങ്ങിയ മനസ്സോടെ നമ്മൾ ചിന്തിക്കുള്ളൂ, ഫുള്ള് കുറ്റം കണ്ടെത്താനേ നമുക്ക് കഴിയുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ ബ്രോഡറായിട്ടുള്ള ഒരു വിശാല വ്യക്തിഗത വീക്ഷണം നമുക്ക് കിട്ടും അല്ലേ. അതാണെന്ത്, ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് അല്ലേ. അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ഒരു ഒന്നാമത്തെ ഫീച്ചറാണെന്ത്, ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, വിശാലമായ വ്യക്തിഗത വീക്ഷണം, വിശാലമായ വ്യക്തിഗത വീക്ഷണം. രണ്ടാമത്തെ പോയിന്റ് നോക്ക്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. രണ്ടാമത് എന്താ, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. മക്കൾ ശ്രദ്ധിക്കുക, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ സമൂഹത്തിൽ പൊതുവെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കുറവല്ലേ. നോർമൽ കേസിൽ നമ്മുടെ പുരുഷന്മാർ പോകുന്നതിൻ്റെ അത്ര സ്ത്രീകൾ പോകുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ?
ഇല്ല. ഇപ്പോൾ പഴയ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ എന്താണ് ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്, നല്ല മാറ്റമാണ് അല്ലേ. പക്ഷേ നമ്മൾ എന്താണ് പൊതുവെ ബോയ്സിനെയും ഗേൾസിനെയും എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന മക്കളിൽ എല്ലാവരുടെ വീട്ടിലെയും അച്ഛൻ അല്ലെങ്കിൽ എന്താണ് ഫാദർ എന്ത് ചെയ്യുന്നുണ്ടാവും, ജോലിക്ക് പോകുന്നുണ്ടാവും. പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ ഒരു പകുതി ആളുകളുടെയും അമ്മമാർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ജോലിക്ക് പോകുന്നുണ്ടാവില്ല അല്ലേ. മക്കളെ, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ എക്കണോമിക് സിസ്റ്റം ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ സ്ത്രീകൾ നൽകുന്ന കോൺട്രിബ്യൂഷൻ, എക്കണോമിക് കോൺട്രിബ്യൂഷൻ എന്തുണ്ട്, നല്ല പ്രാധാന്യമുണ്ട് അല്ലേ, ഉണ്ട്. മക്കളെ, ഞാനൊരു സ്ത്രീനോട് ചോദിക്കുകയാണെന്ത്, എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്തിയാണ് ഒരു സ്ത്രീ, എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല? നമ്മുടെ നാട്ടിൽ പുരുഷന്മാരാണ് കൂടുതൽ പോകുന്നത്, സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിന് എണ്ണം എന്താണ്, കുറവാണ്. എന്തുകൊണ്ട് ജോലിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവ് അല്ലേ? വൈ ദ വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ എന്താണ് ജോലിയിൽ വുമൺ പാർട്ടിസിപ്പേഷൻ കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമൺ സെൻസിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ പറയാറിയോ, ഒന്ന് നമ്മൾ പറയും അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യമല്ല. രണ്ടാമത് നമ്മൾ പറയും ഓരെ കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടൂല, ഓലെ കൊണ്ടൊന്നും അങ്ങനെ ജോലി ചെയ്യാൻ കഴിയൂല, അല്ലെങ്കിൽ അവർക്കൊന്നും അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർ സൈഡാക്കി മാറ്റും. അതാണ് നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം അല്ലേ. പക്ഷേ എന്തുകൊണ്ട് അവർ ജോലിക്ക് പോകുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഒരു ധാരണ ഉണ്ട്, ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, നമ്മളിങ്ങനെ കൈമാറിപ്പോരുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വീട്ടിൽ ബ്രെഡ് വിന്നേഴ്സ് ആയിട്ടുള്ള, അതായത് വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരേണ്ട, ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട ആളുകൾ ആരാണ്? അത് പുരുഷന്മാരാണെന്നും, സ്ത്രീകളെന്ന് പറഞ്ഞാൽ എന്താണ്, അത് വീട്ടിലെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള, വീട്ടിലെ കുട്ടിയും ചട്ടയൊക്കെ ആയിട്ട് നിൽക്കേണ്ട ആളുകളാണ് ആര്? സ്ത്രീകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള കുറേ ആളുകളുണ്ട് അല്ലേ. അങ്ങനത്തെ ആളുകളുള്ള ഈ ഒരു മെയിൽ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ താമസിക്കുന്ന നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഇവിടെ നമ്മുടെ ഇടയിലുള്ള സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. കുറേ ആൾക്കാരുടെ അടുത്ത് സമ്മതം ചോദിക്കേണ്ടി വരും, കുറേ ആൾക്കാരോട് പെർമിഷൻ വാങ്ങിയിട്ട് പോകാൻ പറ്റുള്ളൂ, കുറേ കണ്ടീഷൻസ് ഉണ്ടാവും, യാത്രകൾ ചെയ്ത് ജോലിക്ക് പോകാൻ പറ്റൂല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു സമൂഹത്തിലുള്ള പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവെയുള്ള കാഴ്ചപ്പാട് പുരുഷന്മാരാണ് വീട്ടിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളൊന്നും, സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ് എന്ത് പൊതുവെയുള്ള ഒരു ധാരണ. ഈ ഒരു ധാരണ നിലനിൽക്കുന്ന സൊസൈറ്റിയിൽ നിന്നും സ്ത്രീകൾ ജോലിക്ക് പോവുക എന്നുള്ളത് എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. ഈ മെൻറ്റാലിറ്റി മാറാതെ അങ്ങനെ പോകാൻ കഴിയുമോ? ഇല്ല. പക്ഷെ പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്താ അറിയോ, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആൺകുട്ടികളെ നമ്മൾ എത്ര പൈസ കൊടുത്തും എവിടെ വിട്ടുവാണെങ്കിലും നമ്മൾ പഠിപ്പിക്കും അല്ലേ. ചിലപ്പോൾ ഡൽഹിയിലോ ഹൈദരാബാദിലോ തിരുവനന്തപുരത്തൊട്ട് എവിടെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൺകുട്ടികളെ പഠിപ്പിക്കും, ഹോസ്റ്റലിൽ നിർത്തിയൊക്കെ പഠിപ്പിക്കും. പക്ഷെ പെൺകുട്ടികൾ എന്ത് ചെയ്യാറില്ല, പല സമയത്തും നമ്മൾ പുറത്തേക്ക് പറഞ്ഞയക്കാറില്ല അല്ലേ. ചില സമയത്ത് എന്ത് ചെയ്യാറില്ല, നമ്മൾ അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം പല പെൺകുട്ടികൾക്കും നേടാൻ കഴിയാറില്ല. +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, കല്യാണം കഴിഞ്ഞ് പോയാൽ എന്ത് ചെയ്യും, അവരുടെ വിദ്യാഭ്യാസമൊക്കെ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. അപ്പം അങ്ങനത്തെ ഒരു കൾച്ചറുള്ള വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഉള്ള പ്രാധാന്യം അത്ര തന്നെ സ്ത്രീകൾക്കും കൊടുത്തിട്ടില്ലാത്തൊരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറവല്ലേ. ഒരു ജോലിക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം ഉള്ള ഒരാളുണ്ട്, ഇല്ലാത്തൊരാളുണ്ട്. നമ്മൾ ആരെ സെലക്ട് ചെയ്യുക? വിദ്യാഭ്യാസം ഉള്ള ആളല്ലേ സെലക്ട് ചെയ്യുക. അപ്പം പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞ് പോയ, അല്ലെങ്കിൽ അധികം പഠിക്കാത്തൊരു കുട്ടിയാണ്, സ്ത്രീകൾക്ക് ആ പഠനത്തിലുള്ള അവസരം കുറവാണ് കിട്ടുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് കിട്ടും, പഠനത്തിലുള്ള അവസരം കുറയുമ്പോൾ അത് എന്തിലേക്കൂടി കാരണമാവും, ജോലിയിലുള്ള അവസരം കുറയാനുള്ള കാരണം കൂടെ ആവുന്നുണ്ട്. അപ്പോൾ മക്കൾ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല എന്നുള്ളത് എന്താണ്, അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ ഡെപ്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചത് എന്താണ്? അത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ആണോ? നമ്മൾ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കോമൺ സെൻസിൽ ചിന്തിച്ചാൽ നമുക്ക് രണ്ട് ഉത്തരമുള്ളൂ. സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഓർക്ക് അതിനെ കൊണ്ടൊന്നും കഴിയൂല, ഓല് ജോലി ചെയ്താൽ അതൊന്നും റെഡി ആവില്ല. അതൊക്കെ അറിയാം നമ്മളെ ഉത്തരം കോമൺ സെൻസിൽ. പക്ഷെ നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതൊന്നല്ല പ്രശ്നം, ഈ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, അവർക്ക് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതാണ് ഇവിടെ കൊടുത്ത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് അല്ലേ. സാമൂഹിക പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, ആഴത്തിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. മൂന്നാമത്തെ എന്താണ്? സെൽഫ് റിഫ്ലക്ഷൻ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ,
ഇപ്പം ഒരാൾ എന്ത് ചെയ്യാണ്, +2 കഴിഞ്ഞു, അദ്ദേഹം എന്ത് ചെയ്യാണ്, എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത് ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അയാളുടെ നല്ല ചിത്രം വരയ്ക്കുന്ന ആളാണ്, അദ്ദേഹം നന്നായിട്ട് വരയ്ക്കും, അത് നല്ല ടാലൻറ്റഡ് ഉള്ള ഒരു ചിത്രം വരക്കാരൻ, ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ ഈ സൊസൈറ്റിയുടെ സമ്മർദ്ദം മൂലം അദ്ദേഹത്തിന് +2 കഴിഞ്ഞതിന് ശേഷം എൻജിനീയറിങ്ങിന് പോകേണ്ടി വന്നു. അയാൾ ഇഷ്ടപ്പെട്ട ജോലിയല്ല എൻജിനീയറിങ്, അയാൾക്ക് ഇഷ്ടം എന്താണ്, ചിത്രം വരയാണ് അല്ലേ. പക്ഷേ സമൂഹത്തിൻ്റെ കണ്ണിൽ ചിത്രം വര അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ഒന്നും എന്തല്ല, ഒരു ജോലിയല്ല, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ജോലിയാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, എൻജിനീയറിങ്ങിന് പോകാൻ എന്ത് ചെയ്യാണ്, നിർബന്ധിതനാണ് അല്ലേ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, എൻജിനീയറിങ്ങിന് പോയി, കോഴ്സ് കഴിഞ്ഞു, അദ്ദേഹം ജോലിയിൽ കയറിയിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ജോലി ചെയ്യുമ്പോൾ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കുറച്ചു കാലം ജോലി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്, ആ ജോലി അവസാനിപ്പിച്ച് രാജിവെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, എൻജിനീയറിംഗ് ഒക്കെ വിട്ട് ചിത്രരചനയിലേക്ക് അദ്ദേഹം, പെയിൻറ്റിങ്ങിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്, തിരിച്ചു വരികയാണ്. മക്കളെ, അതാണ് സെൽഫ് റിഫ്ലക്ഷൻ. എടാ മക്കളെ, കോമൺ സെൻസിൽ ചിന്തിച്ചതിനെ കൊണ്ട്, അതായത് അതുകൊണ്ടാണ് അദ്ദേഹം പെയിൻറ്റിങ് തിരഞ്ഞെടുക്കാതെ എൻജിനീയറിംഗ് തിരഞ്ഞെടുത്തത് അല്ലേ. സമൂഹത്തിൻ്റെ സമ്മർദ്ദം, ആളുകളുടെ കോമൺ സെൻസിൽ എന്താണ്, ആളുകളുടെ സാമാന്യ ബോധത്തിൽ എന്താണ്, പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ജോലിയൊന്നല്ല, ഒരു തരം താണ ജോലി, ഒരു സെക്കൻഡറി ജോലി പോലെയാണ് അല്ലേ. നല്ല ജോലി എന്ന് പറഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയറും വക്കീലൊക്കെയാണ് നല്ല ജോലി, അതാണ് വൈറ്റ് കോളർ ജോബ് എന്നുള്ള ആ സമൂഹത്തിൻ്റെ പൊതുവായുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കോമൺ സെൻസ്, ആ ഒരു സാമാന്യ ബോധം, അതിൽ ചിന്തിച്ചപ്പോഴാണ് അയാൾ എൻജിനീയറിങ്ങിന് പോകേണ്ടി വന്നത്. പക്ഷേ എൻജിനീയറിംഗ് പോയപ്പോഴാണ് അയാൾക്കൊരു സ്വയം പ്രതിഫലനം അല്ലേ, അതായത് സെൽഫ് റിഫ്ലക്ഷൻ, ഒരു സ്വയം പ്രതിഫലനം. അയാളിങ്ങനെ സ്വയം മനസ്സിലാക്കാണ്, ഞാനിങ്ങനെ ഒന്നല്ല അയാൾ മനസ്സിലാക്കാണ്, എനിക്ക് പറ്റിയ ഫീൽഡല്ല എൻജിനീയറിംഗ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ. ഞാൻ എൻജിനീയറിംഗിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കതിൽ താല്പര്യമില്ല, പിന്നെ ഞാൻ എന്തിന് എൻജിനീയറായിട്ട് ജോലി ചെയ്യണം, എനിക്ക് ഏറ്റവും സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നത് ഞാനൊരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് ആകുമ്പോഴാണ്, അതെനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് ഈ നാട്ടുകാരെ കേട്ടിട്ട് എനിക്കിഷ്ടമല്ലാത്തൊരു ജോലി ജീവിതകാലം മുഴുവൻ ചെയ്യണം. അദ്ദേഹം സ്വയം ഇങ്ങനെ പ്രതിഫലിക്കുക, അയാൾ എന്താണ്, ഒരു സെൽഫ് റിഫ്ലക്ഷൻ അയാൾക്ക് വരിക. അതിന് കാരണം എന്താ, അയാൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ചിന്തിച്ചപ്പോഴാണ് അല്ലേ, കോമൺ സെൻസ് വഴി ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും എന്തെങ്കിലും എൻജിനീയറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്താണ്, എംപതി ആൻഡ് ടോളറൻസ്. എടാ മക്കളെ, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലൊരു കുട്ടിക്ക് സ്കോർ കുറവാണ്, നമ്മൾ ക്ലാസ്സിലൊരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് സ്കോർ കുറവാണ് അല്ലേ. സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ലേസിനെസ്, മടിയാണ്, അതുകൊണ്ട് നമുക്ക് ആ കുട്ടിയുടെ ഒരു പുച്ഛ മനോഭാവമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും ഉള്ളിലുണ്ടാവും പഠിക്കാത്ത കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവും ചിലപ്പം. പക്ഷെ അങ്ങനെ ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. പക്ഷെ ആളുകളുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, ഈ കോമൺ സെൻസിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അത് ഉണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഈ കുട്ടിക്ക് മാർക്കില്ലാത്തത്, സ്കോർ വരാത്തത് ആ കുട്ടിയുടെ മാത്രം പ്രശ്നമില്ല, ആ കുട്ടിയുടെ ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ആ കുട്ടി എക്കണോമിക്കലി നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ആ കുട്ടിക്ക് എന്തൊക്കെയോ ഡിസീസുകളുണ്ട്, ആ കുട്ടിക്ക് ഭയങ്കര പഠിക്കാനുള്ള പ്രഷർ ഉണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടിക്ക് എക്സാമിന് സ്കോർ ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ആ കുട്ടിയോട് നമുക്ക് എന്ത് ഫീലിംഗ് വരികയാണ്, ഒരു എംപതിയും ടോളറൻസ് ഒക്കെ വരികയാണ് അല്ലേ, ഒരു സഹിഷ്ണുത, ആ കുട്ടിയോട് എന്ത് ചെയ്യാണ്, ഒരു സഹിഷ്ണുത നമുക്ക് വരികയാണ്, ഒരു ടോളറൻസ്. ആ കുട്ടി എന്താണ്, ആ കുട്ടിയുടെ ഒരു അനുതാപം അല്ലെ, എംപതി എന്ന് പറഞ്ഞാൽ ഒരു അനുതാപം, നമുക്ക് ആ കുട്ടിയുടെ പാവം തോന്നും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആ കുട്ടിയുടെ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ ഹോസ്റ്റലിലൊക്കെ ആക്കിയിട്ട് ആ വീട്ടിലെ പ്രശ്നങ്ങളിലൊക്കെ മാറ്റി നിർത്തുക, കുട്ടിക്ക് പഠിക്കാനുള്ള ടേബിളും കാര്യങ്ങളും ബുക്കൊക്കെ കൊടുക്കുക, ട്യൂഷന് ചേരാനുള്ള പൈസ കൊടുക്കുക, നമ്മളെ കൂടെ ഇരുത്തി നമ്മൾ പഠിപ്പിക്കുക അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ ടോളറൻസ്, സഹിഷ്ണുതയോടുകൂടി നമ്മളോട് കൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലേ, ആ കുട്ടിയുടെ ഒരു അനുതാപമൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. എപ്പോഴാണ് അത് ഫീൽ ചെയ്തത്, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ചിന്തിച്ചപ്പോഴാണ് അല്ലേ. കോമൺ സെൻസ് വഴി ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വന്നീനോ ഇല്ല, നമുക്ക് ആ കുട്ടിയോട് പുച്ഛമായിരുന്നു, പഠിക്കാത്തവൻ മണ്ടൻ, ശ്രദ്ധിക്കാത്തവൻ അശ്രദ്ധവാൻ, മടിയൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആ കുട്ടിനോട് ഉണ്ടായിരുന്നത്. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ചിന്തിച്ചപ്പോൾ ആ കുട്ടിക്ക് എന്തുകൊണ്ട് മാർക്കില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയോട് നമുക്ക് എന്ത് വരികയാണ്, ഒരു എംപതിയിലെ ഒരു അനുതാപവും അതുപോലെ ഒരു ടോളറൻസ്, ഒരു സഹിഷ്ണുതയൊക്കെ എന്ത് ചെയ്യാണ്, വരികയാണ് അല്ലേ. അടുത്തൊരു പോയിന്റ് ആണ് എന്ത്, ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ.
ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി നല്ല ജോലിക്ക് വേണ്ടിയിട്ട് ഒരു നഗരത്തിലേക്ക് പോവാം. കുറേ അലഞ്ഞു തിരിഞ്ഞു അവസാനം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടി. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി എന്ത് ചെയ്യാണ്, നഷ്ടമാവാണ്. അങ്ങനെ ആ കുട്ടിക്ക് ആകെ സങ്കടമായി. ആ കുട്ടി എന്ത് ചെയ്യും, അടുത്തുള്ള ഒരു ലേബറുമായി ബന്ധപ്പെട്ടൊരു ഓഫീസിൽ പോവാണ്. ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊരു ഓഫീസിൽ പോയി. ആ സമയത്താണ് ആ കുട്ടി മനസ്സിലാക്കുന്നത് ഇതേപോലെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ആ നാട്ടിലുണ്ട്. അവിടെ വന്നിട്ട് ആ ഓഫീസിലൊക്കെ ഒരുപാട് ആളുകൾ, ജോലി നഷ്ടപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. ആ നാട്ടിൽ ജോലി ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോഴാ കുട്ടിക്ക് മനസ്സിലാവാണ് ഇത് എൻ്റെ മാത്രം കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല ഇവിടെ എനിക്ക് ജോലിയും കാര്യങ്ങളും കിട്ടാത്തത്. ഇതിൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ കൃത്യമായിട്ടുള്ള ജോലിക്കുള്ള അവസരങ്ങൾ ഇവർ ജനറേറ്റ് ചെയ്യുന്നില്ല. കൃത്യമായിട്ടുള്ള കമ്പനീസും കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ജോലി സാധ്യതകൾ എന്ത് ചെയ്യുന്നില്ല, ഇവർ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇവിടെ സ്റ്റാർട്ടപ്പുകൾ വരുന്നില്ല. അപ്പോൾ എന്താണ്, ഇവിടുത്തെ ബേസിക് അമ്യൂണിറ്റീസിലും അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റത്തിലും അതുപോലെ ഇവിടുത്തെ പബ്ലിക്കിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ എൻ്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല എനിക്ക് എന്ത് കിട്ടാത്തത്, ജോലി കിട്ടാത്തത്. എന്നെ പോലത്തെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു വിമർശനാത്മക ചിന്ത, അല്ലേ, നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു വിമർശനാത്മക ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നോക്കിക്കാണ്. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലേ. ഓക്കെ ആണല്ലോ. ദെൻ ലാസ്റ്റ് പോയിന്റ്, ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്, അല്ലേ. മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല നല്ല വീടുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല കാറുണ്ട്, അത്യാവശ്യം പൈസയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് സമാധാനമല്ല. എനിക്ക് എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ജോലിയിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, വീട്ടിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് എന്തുണ്ട്, പൈസ ഉണ്ട്, കാറുണ്ട്, വീടുണ്ട്, ഭയങ്കര ലക്ഷറി ലൈഫൊക്കെയാണ്. പക്ഷെ എന്തില്ല, മനസ്സിനൊരു സന്തോഷമല്ല, അല്ലേ. ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനൊരു സൈക്കാട്രിസ്റ്റിനൊക്കെ പോയിട്ട് കാണണം, അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, കൗൺസിലിംഗ് ഒക്കെ തേടണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ. ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അങ്ങനെ യോഗ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറയും. പിന്നെ ചിലപ്പോൾ സൈക്കാട്രിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു മൈൻഡ് ഒന്ന് ഹെൽത്തി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, സഹായിക്കും, അല്ലേ. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത് നിങ്ങളുടെ നാട്ടിലൊരാൾ കണ്ടാൽ നിങ്ങളെ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തൂലേ, നിങ്ങൾക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്, ഇയാൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ആ ഡോക്ടറെ അടുത്ത് പോയത് നാട് മൊത്തം പാഴ്സായി ഉണ്ടാവും, ഇല്ലേ, ഉണ്ടായിണ്ടാവും. അപ്പോൾ മക്കളെ അതുപോലെ അതൊരു ഒരു നെഗറ്റീവായിട്ടുള്ള സോഷ്യൽ നോമാണ്, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യരുത്, നമ്മൾ കോമൺ സെൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ, സാമാന്യ ബോധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകില്ല. കാരണം എന്താ, നമ്മളിങ്ങനെ വിചാരിക്കും, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആളുകൾ എന്താ വിചാരിക്കുക, നാട്ടുകാരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക, എനിക്ക് മെൻ്റലാണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മാനസിക അസുഖം ഉണ്ടോ എന്നൊക്കെ ഇവരെന്ത് ചെയ്യും, വിചാരിക്കുമോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു കോമൺ സെൻസ്, കാരണം കോമൺ സെൻസ് ഇടുങ്ങിയ മനസ്സാണ്, നമ്മൾ പോകില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പം വഴി നമ്മൾ ചിന്തിക്കുകയാണെങ്കിലോ നമ്മൾ പോകും, അല്ലേ. നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ആണ് എന്ത് വലുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ ഡോക്ടറെ കാണണം, ഉപദേശങ്ങൾ എടുക്കണം, കൗൺസിലിങ്ങിന് ഇരിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം ഇതെന്താണ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ചിന്തിച്ചത് കൊണ്ടതാണ്. നമ്മുടെ കൊടുത്ത് ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്. ഓക്കെ ആണല്ലോ. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ നോമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, അതിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്, അത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, 3 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിൽ തന്നെ ABCD, അല്ലേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഈ ഡെഫിനിഷൻ ഇതുപോലെ കാണാൻ പഠിക്കേണ്ട, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അല്ലേ. നമ്മൾ പറഞ്ഞത് ഒരു ആക്സിഡൻ്റ് ആയി കിടക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പഠനത്തിൽ വീക്കുള്ള ഒരു വ്യക്തി, അല്ലേ, എന്താണ് ഇൻഡിവിജ്വൽ പ്രോബ്ലം, വ്യക്തിഗത പ്രശ്നം. ആ വ്യക്തിഗത പ്രശ്നത്തിന് പിന്നിൽ എന്തുണ്ടാവും, ഒരുപാട് സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സാമൂഹിക ഘടനകൾ ഉണ്ടാവും. മക്കൾ ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽ പ്രശ്നത്തിൻ്റെ പിന്നിലുള്ള, അല്ലേ, അതായത് വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള ഈ ഒരു സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെടുത്തി അത് വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുക, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. എന്താണ്, ഇറ്റ് ഈസ് ദ സ്കിൽ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റ്. ഇതിൽ B ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ദി
എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെ. ആരാണ് ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അത് ചാൾസ് റൈറ്റ് മിൽസ് ആണ് അല്ലെ. ഏത് പുസ്തകത്തിലൂടെയാ? ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാണ് ആ പുസ്തകം പുറത്തിറങ്ങിയത്. 1959. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഓരോന്നും എക്സാമ്പിൾ വെച്ചിട്ട് ഇൻ ഡീറ്റെയിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. എന്തൊക്കെയായിരുന്നു? ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് അല്ലെ. ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശാലമായ വ്യക്തിഗത വീക്ഷണം. പിന്നെന്താണ്? അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് അല്ലെ. എന്താണ്? സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. പിന്നെയോ സെൽഫ് റിഫ്ലക്ഷൻ അല്ലെ, സ്വയം പ്രതിഫലനം. ദെൻ എംപതി ആൻഡ് ടോളറൻസ് അല്ലെ, അനുതാപവും സഹിഷ്ണുതയും. ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ, വിമർശനാത്മക ചിന്ത. ദെൻ ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ് അല്ലെ. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അപ്പൊ മക്കളെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു തട്ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പൊ ഞാൻ എന്നൊരു വ്യക്തി, ഞാനൊരു ഇൻഡിവിജ്വൽ അല്ലേ, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാണ്, ഞാനെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്, ഒരു കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ കിണർ എങ്ങനെയാ അറിയോ? നല്ല വീതിയുള്ള കിണറാണ് അല്ലേ, നല്ല ബ്രോഡായിട്ടുള്ള, നല്ല ത്തിലുള്ള വലിയൊരു കിണറാണ് അല്ലേ. അപ്പൊ എന്താണ്? ബ്രോഡർ ആയിട്ടുള്ള ഒരു കിണറാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഞാൻ എന്താണ്, ഒരു ബ്രോഡർ കിണർ വയ്ക്കാൻ പോവാം. ഈ കിണറിന് എന്തുണ്ടോ അറിയോ? നല്ല ആഴുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? ഡെപ്ത്. എന്താണ്? നല്ല ആഴുണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് അല്ലേ. അപ്പൊ ഞാൻ തന്നെ കിണർ കുഴിക്കാണ്, എൻ്റെ വീട്ടിലേക്കുള്ള കിണർ ഞാൻ തന്നെ കുഴിക്കുക അല്ലേ. എന്താണ്? സെൽഫായിട്ടാണ് കുഴിക്കുന്നത് അല്ലേ. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണ്? സെൽഫ് റിഫ്ലക്ഷൻ. എന്താണ്? സെൽഫ് റിഫ്ലക്ഷൻ. ഓക്കെ എടാ മക്കളെ, എൻ്റെ വീട്ടിലേക്കുള്ള ഒരു കിണർ ഞാൻ അങ്ങനെ സ്വയം കുഴിക്കാണ്. അപ്പൊ രണ്ടാൾക്കാർ വന്നു. ഒരാൾ കണ്ടപ്പോൾ പാവുണ്ടല്ലോ അയാള്, ഒറ്റയ്ക്ക് തന്നെ കിണർ കുത്തല്ലേ, പാവുണ്ട് മനുഷ്യന്, അങ്ങനെയൊക്കെ പറയില്ലേ. നമ്മളോട് എന്ത് തോന്നും? ഒരു സഹിഷ്ണുത, ഒരു അനുതാപം അല്ലെ, ഒരു എമ്പതി തോന്നൂലേ. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. എന്താണ്? എമ്പതി ആൻഡ് ടോളറൻസ് അല്ലെ. എന്നാൽ വേറൊരാൾ വന്നിട്ട് പറഞ്ഞത്, ഏതാണ് ആ ചെങ്ങായി, അവനക്ക് എന്ത് ചെയ്യാ, സ്വന്തക്ക് എന്തിനാ കിണർ കുത്തുന്നത്, പണിക്കാരെ വെച്ചിട്ട് കുത്തിയാൽ പോരെ, അവനെന്ത് ചെയ്യാണ്, പൈസക്ക് ലാഭം ഉണ്ടാക്കാണ്, പിശുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ വിമർശിക്കും, ക്രിട്ടിക്കൽ തിങ്ക് എന്ന് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യൂലേ. അതാണെന്ത്? ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഈ നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവുകൾ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യില്ല, നമ്മൾ മൈൻഡ് ആക്കൂല. നമ്മളെന്ത് ചെയ്യുന്നു, ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഞാനെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്, ഒരു വിശാലമായിട്ടുള്ള ബ്രോഡർ ആയിട്ടുള്ള ഡെപ്തിലുള്ള ഒരു കിണർ എന്ത് ചെയ്യാണ്, കുഴിക്കാണ്. എങ്ങനെയാണ് കുഴിക്കുന്നത്? സെൽഫായിട്ട് അല്ലേ, സ്വയം കുഴിക്കാണ്. അപ്പോൾ രണ്ടാൾക്കാർ വന്നു, ഒരാൾക്ക് എന്നോട് എന്ത് തോന്നി, ഒരു എമ്പതിയും സിമ്പതി ഒക്കെ തോന്നിയില്ല, എമ്പതി ആൻഡ് ടോളറൻസ്. വേറെ ആൾ വന്നിട്ട് എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തു അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, നെഗറ്റീവായിട്ട് കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലൊന്നുമില്ല അല്ലേ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ മക്കളെ. ഈ കഥ മാത്രം പഠിച്ചാൽ കിട്ടൂലേ. അതായത് ഫുള്ള് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കിണർ കുത്തിയ കഥ കേൾക്കണം, അപ്പോഴത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല കിണർ കുത്തിയ മാത്രം ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യില്ല, പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അല്ലേ, അതായത് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു 70% കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ചെറിയൊരു ഭാഗം നമ്മൾ ആ കോമൺ സെൻസ് എന്ന് പറയുന്ന ഭാഗവും ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. രണ്ടാമത്തെ ചോദ്യം, ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്, അതിൻ്റെ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാട്ടോ മക്കളെ, ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. വേറെ രീതിയിലൊക്കെ ചിലപ്പോൾ ചോദ്യം വരുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് അല്ലേ. അതായത് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലേ. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തൊഴിൽ രംഗത്തും ജോലി രംഗത്തൊക്കെ നിൽക്കുന്ന ലിംഗവിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഈ ഒരു പ്രസ്താവന, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ പറയും. ആ രീതിയിലും ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക,
ഇത് കൃത്യമായിട്ട് നോട്ട് എഴുതി റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. സോഷ്യോളജിയിലെ ചാപ്റ്ററാണ്. നമ്മൾ പക്കാ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ അല്ല. സോഷ്യോളജി ആകുമ്പോൾ എന്താണ് പ്രശ്നം? കുറേ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതി പിടിപ്പിക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട കോറായിട്ടുള്ള കണ്ടന്റുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലത്തെ കൂടുതൽ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു ഇൻ്റർവെൽ ക്ലാസ് റൂം ചാനലൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മക്കളോടും നന്ദി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.